സർക്കാർ ആശുപത്രിയുടെ പടികടന്നെത്തുന്നവരെ മുഴുവൻ ചേർത്ത് പിടിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ വൃക്ക രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണുള്ളതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ സജ്ജീകരിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കേരളത്തിൽ വൃക്ക രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണുള്ളത്. താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് സൗകര്യം വേണമെന്നതാണ് ആർദ്രം പദ്ധതിയുടെ മാനദണ്ഡം. 109 ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റ് തയ്യാറാക്കി. ഇതിൽ 97 ആശുപത്രികളിലും ഈ കാലഘട്ടത്തിലാണ് തുടങ്ങിയത്. ഇനി 25ഓളം ആശുപത്രികളിലാണ് തുടങ്ങാനുള്ളതെന്നും രോഗത്തിനു മുന്നിൽ ആരും നിസ്സഹായരാകരുത് എന്നതാണ് സർക്കാർ നയമെന്നും മന്ത്രി വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കൊല്ലത്താണെങ്കിലും ഓഫീസ് റൂമിൽ ഇരുന്ന് ഒരു മീറ്റിംഗ് എടുക്കുമ്പോൾ ആശുപത്രികളുടെ പൊതുവായ കാര്യങ്ങൾ പറയുന്നതിനപ്പുറം നേരിട്ട് ആശുപത്രികളിൽ സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ ആവശ്യങ്ങൾ കണ്ടറിയുന്നതിനും രോഗികളുമായി ബൈസ്റ്റാൻഡേഴ്സുമായി ആശയവിനിമയം നടത്തുന്നതിനും നേരിട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ കാണുന്നതിനും അവരോട് സംസാരിക്കുന്നതിനും ജനപ്രതിനിധികളോട് സംസാരിക്കുന്നതിനും ഒക്കെയാണ് ആശുപത്രി സന്ദർശനം, താലൂക്ക് ആശുപത്രി സന്ദർശനം നടത്തുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തും. PC വിഷ്ണുനാഥ് MLA അധ്യക്ഷത വഹിച്ചു. ഈ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ആതുരാലയം എന്ന നിലയിൽ ഇതിന്റെ വളർച്ചയും പുരോഗതിയും ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം തന്നെ വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന സന്ദർഭമാണ്. ഈ ആശുപത്രിയുടെ ബഹുനില കെട്ടിടത്തിന്റെ നിർമ്മാണം അത് കഴിഞ്ഞ കുണ്ടറ MLA ആയിരുന്ന ശ്രീമതി മേശപ്പുറ്റി അവരുടെ സമയത്താണ് അതിന് ആവശ്യമായ തുക അനുവദിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഞാൻ തുടർന്ന് MLA ആയി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ സമയം മുതൽ ബ്ലോക്ക് പഞ്ചായത്തുമായി ചേർന്ന് നിരന്തരമായി ഈ ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങളും പുരോഗതിയും വിലയിരുത്തി അത് ഇപ്പോൾ നിർമ്മാണ പൂർത്തിയായി ജനങ്ങൾക്ക് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രി തന്നെ അത് അധികം വൈകാതെ ജനങ്ങൾക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. മന്ത്രി തന്നെ നേരിട്ട് വന്ന് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥരുടെയും ചുമതലപ്പെട്ടവരുടെയും അതിൻ്റെ നിർവഹണ ഏജൻസിയായ KSCBയിലെയും എല്ലാം സാന്നിധ്യത്തിൽ വിലയിരുത്തൽ നടത്തുകയുമുണ്ടായി. ജില്ലാ പഞ്ചായത്ത് അംഗം C. ബാൽഡുവിൻ, ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ, B. ദിനേശ്, ഇജീന്ദ്രലേഖ, മിനി തോമസ്, അനീഷ് പടപ്പക്കര, ഡോക്ടർ രാജശേഖരൻ, R. ഓമനക്കുട്ടൻപിള്ള, B. ജയചന്ദ്രൻ, S. ശ്യാം, രാജു G. പണിക്കർ, ആന്റണി വൈദ്യൻ, ഡോക്ടർ G. ബാബുലാൽ എന്നിവർ പങ്കെടുത്തു. ഡയാലിസിസ് യൂണിറ്റ് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത്. കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് 72 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇതിൻ്റെ കെട്ടിടവും റാമ്പും പ്ലാന്റും തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കിയത്. പിന്നീട് ഇപ്പോഴത്തെ ഭരണസമിതി അങ്ങനെ മിനിസ്റ്റർ ഒരിക്കലുള്ള സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് നമ്മൾ ആവശ്യപ്പെട്ടത് ഇതുപോലെ ഡയാലിസിസ് യൂണിറ്റിൻ്റെ AC സൗകര്യങ്ങളുണ്ട്, നമുക്ക് മെഷീൻ ആവശ്യമാണ്. മിനിസ്റ്റർ അപ്പോൾ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് പോയി ഒരാഴ്ചക്കകം അനുവദിച്ചുള്ള ഉത്തരവ് വന്നു. അങ്ങനെ 2024-25 7 ഡയാലിസിസ് മെഷീനുകൾ. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.